ഇന്നത്തെ എപ്പിസോഡിൽ രേവതി ചിരിച്ചുകൊണ്ടേയിരിക്കുന്നത് കാണുമ്പോൾ സച്ചി ചോദിക്കും, നിനക്കെന്താ പ്രാന്തായോ, അതുകൊണ്ടാണ് ഈ ചിരിച്ചുകൊണ്ടേയിരിക്കണേ, നിൻ്റെ 32 പല്ലും പുറത്തുണ്ടല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ രേവതി പറയും, ഇന്ന് ടെക്സ്റ്റൈൽസ് ഷോപ്പിൽ നിന്നേ ഞാൻ എൻ്റെ ശരിക്കുള്ള ഭർത്താവിനെ കണ്ടു. ശരിക്കുള്ള ഭർത്താവ്? അപ്പോൾ പിന്നെ ഞാൻ ആരാന്ന് ചോദിക്കും. അല്ല, നിങ്ങളവിടെ വെച്ച് സംസാരിച്ചതൊക്കെ കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് നിൽക്കണ നേരത്താണ് ഒരു കാറ് വന്ന് ഇവരെ ഓവർടേക്ക് ചെയ്യാണ്. അങ്ങനെ അവിടെ വന്ന് നിർത്തുമ്പോൾ സച്ചിക്ക് ദേഷ്യം വരും കേട്ടോ. അങ്ങനെ സച്ചി ഇറങ്ങിയിട്ട് തനിക്ക് എന്താണ് കണ്ണ് കണ്ടുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങുമ്പോൾ ഫിനാൻഷ്യറുടെ ആൾക്കാരാവും അതിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടാവുക. എന്നിട്ട് പറയും, നിൻ്റെ കാറ് പൊക്കി കൊണ്ടുപോകാൻ വന്നതാണ് ഞങ്ങൾ, നിനക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, അത് ഇന്നത്തോടെ ഫിനാൻഷ്യർ മാറ്റി തന്നു, എന്തെത്ര വൈകീണാവോ, സാധാരണ അപ്പം പണി കൊടുക്കാറുള്ളതാ എന്നൊക്കെ പറയും. അപ്പോൾ സച്ചി പറയും, ഞാൻ എന്തായാലും ആ പൈസ ഒരു അരമണിക്കൂറിനുള്ളിൽ കൊണ്ടുവന്ന് അടച്ചിരിക്കും, പിന്നെ നിങ്ങൾ എന്തിനാ എൻ്റെ പൈസ വണ്ടി കൊണ്ടുപോകണേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ അയാൾ പറയും, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല സച്ചി, ഞങ്ങൾക്ക് ഏൽപ്പിച്ച ജോലി എനിക്ക് ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ രേവതി പറയും, നിങ്ങൾക്ക് മനസാക്ഷി ഇല്ലേ, സച്ചിയേട്ടൻ പറഞ്ഞതല്ല അത് കൊണ്ടുവന്ന് തരാമെന്ന്, പിന്നെ എന്താ നിങ്ങൾക്ക് എന്നൊക്കെ പറയുമ്പോൾ അവരത് സമ്മതിക്കണേ ഇല്ല കേട്ടോ. അങ്ങനെ അവർ പറയും, എടാ പോയി വണ്ടി എടുക്കുന്ന കൂടെയുള്ള ആളോട് പറയാണ്. അപ്പോൾ തന്നെ സച്ചി വേഗം തന്നെ ആ കാറിലുള്ള സാധനങ്ങളെല്ലാം എടുക്കുകയാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി നേരെ ഓട്ടോറിക്ഷയിൽ രേവതിയുടെ വീട്ടിൽ ചെല്ലുകയാണ്. അപ്പോൾ രേവതിയുടെ അയൽവക്കത്തുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ സച്ചിയോട് ചോദിക്കും, എവിടെ നിങ്ങളുടെ വണ്ടി എവിടെ, എന്താ ഓട്ടോയിൽ വന്നേന്ന് ചോദിക്കുമ്പോൾ രേവതി പെട്ടെന്ന് തന്നെ പറയും, അത് വർക്ക്ഷോപ്പിലാണ്, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അതേലേ എന്നൊക്കെ പറയും. അങ്ങനെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് സച്ചി. എന്നിട്ട് രേവതിയുടെ അമ്മോട് ചോദിക്കും, നിങ്ങൾ വല്ല ട്യൂഷൻ എന്തിനെങ്കിലും പോയിരുന്നോ, ഇവളെ വല്ല പഠിക്കാൻ കോഴ്സ് കഴിഞ്ഞ പോലെയാണ് കള്ളങ്ങൾ പറയണേന്ന് പറയും. അപ്പോൾ രേവതിക്ക് ആകെ ദേഷ്യം വരും കേട്ടോ. അപ്പോൾ രേവതി പറയും, ഞാൻ എപ്പോഴാണ് നിങ്ങളോട് കള്ളം പറഞ്ഞേ എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചിയോട് ചൂടാവുന്നൊക്കെ ഉണ്ട്. അങ്ങനെ സച്ചി വേഗം തന്നെ ഈ ഫിനാൻഷ്യറുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് പറയും, നിങ്ങളുടെ ആൾക്കാർ ഒരു മനസാക്ഷി ഇല്ലാണ്ടാണ് എൻ്റെ അടുത്തുനിന്ന് വണ്ടി വാങ്ങിക്കൊണ്ടുപോയത്, ഞാനും എൻ്റെ ഭാര്യയും കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ അവളുടെ മുന്നിൽ വെച്ചിട്ടാണ് എൻ്റെ വണ്ടി എൻ്റെ അടുത്തുനിന്ന് എടുത്തുകൊണ്ട് പോയത്, നിങ്ങൾക്കിതൊക്കെ എങ്ങനെ ചെയ്യാൻ തോന്നണമെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഫിനാൻഷ്യർ പറയും, അപ്പോൾ നിനക്ക് പൊള്ളിയില്ലേ, നീ എൻ്റെ കടയിൽ വന്നിട്ട് എന്നോട് എൻ്റെ ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് എന്നോട് മോശമായി പെരുമാറിയപ്പോൾ എനിക്ക് എത്രത്തോളം അത് ഇതായി ഉണ്ടാവുമെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കുന്നൊക്കെ പറയും കേട്ടോ സച്ചിയോട്. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ.